സുരേഖ ജറിഞ്ഞോ? ഞാൻ പോട്ടോ. എത്തപ്പതിനോടൊന്നും ചനടത്ത് പറയല്ല. ആർക്കാ എന്താ വരുന്നൊന്നും ഞമ്മക്കറിയില്ലമ്മ. ഒക്കെ പഠിച്ചോൻ്റെ അടുത്ത് കിടക്കണതല്ലേ. ഇപ്പോ ഇക്കണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഗതി വരൂല. അപ്പോ ഇന്റെ വിധി ഇങ്ങനെ ഇക്കാരം അത് കുഴപ്പമില്ലമ്മ. നയിച്ചു തിന്നാനല്ലേ പോണത്, അല്ലാതെ വേറൊന്നിനല്ല. നിങ്ങൾ ഇടങ്ങാറാവണ്ട. പിന്നെ മേസമ്മ ഞാൻ കഞ്ഞിയും ചോറൊക്കെ മൂടി വെച്ചിക്കണ്. അടുക്കളയിൽ ഇനി ഒരു പണിയില്ല. നിങ്ങളൊന്നും എടുക്കണ്ട. നിങ്ങളത് എന്താ വെച്ചാൽ ചെയ്യാനുള്ളത്, ഓതാനും പാടാനുള്ളത് വെച്ചാൽ ചെയ്തോളി. പിന്നെ സില് വരുമ്പോൾ തിരുമ്പിയത് ഞാൻ തോരട്ടില്ല, അതും തോരടാൻ പറയണ്ടിട്ടോ. അതൊന്നും കുഴപ്പമില്ലമ്മ. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നോട് പറഞ്ഞേക്കണ് വലിയ പണിയൊന്നും ഉണ്ടാവില്ല, കുറച്ച് പണി ഉണ്ടാവുള്ളൂ എന്നാണ് എന്നോട് ചിന്താത്ത പറഞ്ഞത്. എന്താ മട്ടൊന്ന് പോയി നോക്കട്ടമ്മ. പണിക്കൊക്കെ പറ്റി പോണോ? ഇവിടെ ഉള്ളതും കൊണ്ട് കഴിഞ്ഞാ പോരെ. ഇനി നമ്മളെ മുന്നിൽ എന്തൊക്കെയാ കിടക്കണുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയമ്മ. നിങ്ങളെ ഈ പെൻഷൻ പൈസയോട് നമ്മൾ എത്ര കാലിച്ചിട്ട് നമ്മൾ ജീവിച്ചത്? അതിനൊരു പരിധി ഇല്ലേ? ഇനി ആ 10 100 നമുക്ക് തികയൂല. ഇനിയിപ്പോ കല്യാണത്തിന് ഒന്നുമില്ലെങ്കിൽ കാതുക്കും കൗതുകയാണ് നമുക്ക് കൊടുക്കണ്ടേ. അതിന്റെ താഴെതാ അടുത്തത്, അത് കഴിഞ്ഞ അടുത്തത് ഒക്കെ ശരിയാകുമ്മ. ഞാൻ എന്നാ പോകാണ്. പിന്നെ നിങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. അടുക്കളയിൽ ഒരു പണിയില്ല. അങ്ങോട്ട് പോയൊക്കെ വേണ്ട. സില് വന്നാല് ഒന്ന് തോരടാൻ പറയണ്ടി കേട്ടോ. പിന്നെ ഓളോട് ഓളതെടുത്ത് പഠിച്ചാനും വായിച്ചാനും പറയണ്ടി. അതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇമ്മ എന്നാ ഞാൻ അതൊക്കെ വെച്ചിട്ട് ഞാൻ പോവാട്ടമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആയിക്കോട്ടെ എന്നാല്. മനസ്സിലായോ? സീൻതാത്ത പറഞ്ഞ അസർപ്പിന്റെ ഭാര്യ മരിച്ചത് അല്ലേ? അസർപ്പിന്റെ പെണ്ണുങ്ങളാണ്. എന്നോട് സീൻതാത്ത പറഞ്ഞിരുന്നു കേട്ടോ. എല്ലാ പണിയും എടുക്കുമല്ലോ അല്ലേ? ഇതാ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ മോറാനുണ്ട്. ആയിക്കോട്ടെ. ഒരു തിരുമ്പാണ്ട് വാഷിംഗ് മെഷീനിലല്ല കേട്ടോ, കല്ലുമ്പിട്ട് തിരുമ്പണം. പിന്നെ അടിയും മോളും ഡെയിലി തുടക്കണം. പിന്നെ മേലെ 3 ബാത്റൂം ഉണ്ട്, അതുപോലെ അടിയിലുണ്ട് 2 ബാത്റൂം. അത് ഡെയിലി കഴുകണം കേട്ടോ. പിന്നെ മുറ്റത്ത് പുല്ലൊക്കെ വന്നാൽ അപ്പം തന്നെ പറിച്ചിടണം. ഇതൊക്കെ എടുക്കൂലല്ലേ? ഞാനേ ഇവിടെ ആദ്യം ഒരു ജാനു എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഒരു പണി എടുക്കൂലേ. രാവിലെ വന്നാൽ കുറച്ച് പാത്രം മുറിക്കണം, അങ്ങ് നിൽക്കും. എന്നിട്ട് ഒന്നാകം ഒരു കോലോണ്ടാ തുടക്കുക. എനിക്ക് കോലോണ്ട് തുടക്കണ ഇഷ്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്താ പേര് പറഞ്ഞേ? സുലേഖ. അപ്പൊ സുലേഖത്താ, എനിക്ക് കോലോണ്ട് തുടക്കണ ഇഷ്ടമല്ല കേട്ടോ. അകം നല്ല കുമ്പിട്ട് തുടക്കണം, എന്നാലേ അകം നല്ല വൃത്തിയാകുള്ളൂ. അപ്പൊ ഞാനത് സീൻതാത്താനോട് പറഞ്ഞു. എന്നോട് സീൻതാത്ത പറഞ്ഞു, നിങ്ങളെ മാപ്പിള ഇങ്ങനെ മരിച്ചൊരു പെണ്ണുണ്ട്, ഇപ്പഴെ വലിയ കഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറയാം, എന്നാ അങ്ങോട്ട് വന്നോട്ടെ, നമുക്കും തന്നെ നമ്മളെ ജാതി കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാ പണികളും എടുക്കട്ടോ. പുല്ല് പറിക്കുക, പിന്നെ പാത്രം മൂറുക, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കല്ലുമ്മ തിരുമ്പണം. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അടി മൂടൊക്കെ തുടക്കാനുണ്ടാവും എന്നും. പിന്നെ ബാത്റൂം ഒക്കെ നല്ല വൃത്തിക്ക് എടുത്താൽ നല്ല രീതിയിലെല്ലാം എടുക്കണം. എനിക്ക് നല്ല വൃത്തിയാണേ. പിന്നെ മാറാലിക്ക് ഒന്ന് തട്ടിക്കൊട്ടിക്കൊണ്ടു കേട്ടോ. നല്ല മാറാലുണ്ട്. അപ്പൊ നടുക്കളയിൽ പാത്രം കൊണ്ട് കുട്ടികൾ പോയപ്പോഴേ ഞാൻ എല്ലാ ഭക്ഷണം ഉണ്ടാക്കണം ഇട്ടതാ. നിങ്ങളൊന്ന് വരുന്ന് പറഞ്ഞപ്പോ ഞാൻ മോര് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇക്കതൊക്കെ രാവിലെ പോകുമ്പോഴേക്കും രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഒക്കെ ആവണം കേട്ടോ. അത് ഇക്കതൊക്കെ നിർബന്ധമാണ്, മസ്റ്റാണ് കേട്ടോ. എന്നാൽ ഞാൻ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാനിപ്പോ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര ക്ഷീണിതായിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എല്ലാം ചെയ്തോളൂ കേട്ടോ. ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് മോറി കെട്ടോ. ഞാൻ പറഞ്ഞ പോലെ എല്ലാം മനസ്സിലായില്ലേ? ഓക്കെ. കണ്ടിട്ടാണ് ഉഷാറ് തോന്നുന്നുണ്ട്. ജാനുവിന്റെ പോലെ മൊത്തയ്ക്ക് ഒന്നും വല്ല തോന്നുന്നുണ്ട്. അമ്മാൻ്റെ കുട്ടി വന്നോ? എത്താ കൊയഞ്ഞു എൻ്റെ കുട്ടി? കുഴപ്പമൊന്നുമില്ലമ്മ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആലോചിച്ചുമ്പോഴാണ്
പിന്നെ ഇപ്പോൾ അങ്ങോട്ട് 40 ഉറുപ്പ്യ ഇങ്ങോട്ട് 40 ഉറുപ്പ്യ. അപ്പോൾ പിന്നെ ആ പൈസ പിന്നെ അതിനുള്ള ഉണ്ടാവുള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. എത്താൻ്റെ കണ്ണുമുറൊക്കെ പറ്റിയേക്കണല്ലോ, അവിടെ നല്ല പണിയുണ്ടോ? ഒരു പണിയില്ല, കാര്യമായിട്ട് ഒരു പണിച്ചില്ല. എന്താണ് ചോറും കൂട്ടാനൊക്കെ ഞാൻ ചെല്ലുമ്പോഴത്തേനും ആക്കി വെച്ചേക്കും. പിന്നെ അടിച്ചൊരു തുടക്കാൻ കോലുകൊണ്ടാണ് തുടക്കുക. പിന്നെ ഇപ്പോൾ തിരുമ്പാനുള്ളത് മെഷീനിക്കിടും. പിന്നെ കാര്യമായിട്ട് ഒരു പണിയില്ല, നല്ല സ്വഭാവമാണ്, നല്ല വർത്താനം കൂട്ടും പറഞ്ഞ് ഞങ്ങൾ ഉണ്ടോളം അങ്ങനെ കുത്തർക്കല. ഞാൻ പോരട്ടെ എന്ന് പറഞ്ഞ് പിന്നെ പൊടിച്ചതാണ് അല്ലാത്തൊരു കുഴപ്പമില്ല, നല്ല സുഖമാണ്. അതുപോലെ വർത്താനം ഇതൊക്കെ കണ്ടിട്ട് എന്തേലും 10 ഉറുപ്പ്യ ചോദിച്ചാന്നൊക്കെ തോന്നുന്നുണ്ട്, കാക്കിയും താത്തയൊക്കെ കണ്ടിട്ട്. ഞാനൊന്നേ ഒഴിച്ചുകാണ്ട് മാറ്റിട്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളോടെ പണി, അവിടെ ചെന്നപ്പോൾ ഒരു പണിയില്ല. ആ താത്ത TV ഒക്കെ കണ്ടിരിക്കും, പിന്നെ വിളിച്ചേക്കാം ബാഡി സീരിയൽ കാണാനെന്ന്. നമുക്ക് പിന്നെ അതൊന്നും ചേരില്ലല്ലോ. അമ്മാൻ്റെ കുട്ടൻ മേലേക്കിക്കളാം. അല്ലാതെ എന്താ ഞാൻ അമ്മാനോട് പറയാ? അരപ്പത് സുലേഖ, ഞാനൊരു കാര്യം ചോദിച്ചാനേനു. എന്താ എനിക്ക് കാര്യം? എന്താച്ചാ പറഞ്ഞോ. പിന്നെ എൻ്റെ കുട്ടീൻ്റെ കല്യാണം ഏകദേശമൊക്കെ ശരിയായി. അത് ഞാൻ ഇവിടെ വന്ന് അന്ന് തന്നെ പറഞ്ഞല്ലോ, ഒക്കെ ഉറപ്പിച്ചിട്ടതാണ്. ഇനിയിപ്പോൾ 10-22 ദിവസം കൂടി ഉള്ളൂ കല്യാണത്തിന്. അതിനോട് റസി പറഞ്ഞു. എങ്ങനെയായാലും കഞ്ചുമക്കും കാലുമക്കും ഒക്കെ നമ്മളൊന്ന് കൊടുക്കണ്ടേ ഇറക്കി വിടുമ്പോൾ? കുറച്ച് പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കിയതുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാനേനു, എനിക്ക് 1 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾ കടമായിട്ട് തരുമോ? ഞാനിവിടെ പണിയെടുത്തുകൊണ്ട് വീട്ടിൽ കൊള്ളാം. എൻ്റെ മാസം പൈസ ഒന്ന് കുറച്ചാൽ മതി, കടയിട്ട് തന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്താ മട്ടെന്ന് അറിയില്ലല്ലോ, ആൾക്കാരെ കണ്ടുകാണ്ട് ഇപ്പം നമ്മൾ നിൽക്കണില്ല. എന്നാലും കുറച്ചൊക്കെ എന്തെങ്കിലും ആൾക്കാർ തരാതെ പോല, അപ്പം ഞാനത് തരണ്ട്. ഈ കളറൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ, ഇക്കൊക്കെ നല്ല സെലക്ഷൻ അറിയാം. അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാനെന്തും ഉണ്ടാന സുലേഖ, പൈസ ഒക്കെ ഞാൻ തരാം. ഇജ് വിചാരിച്ച തിരിച്ചു തരുമൊന്നും വേണ്ട. മനസ്സിലായില്ല നിങ്ങൾ എന്താ പറഞ്ഞത്? ഇജ് മനസ്സിലായില്ലെന്ന് വെറുതെ പറയണോ? റസിയ എന്റെ പെണ്ണുങ്ങൾ തന്നെയാണ്, പക്ഷെ അന്ന എനിക്ക് ജീവനാ. ഇജ് മനസ്സ് വെച്ചാല് പൈസ തിരിച്ചു തരുമൊന്നും വേണ്ട. എന്റെ എല്ലാ കാര്യവും എന്റെ ചെലവും ഞാൻ നോക്കിക്കോളാം. സുലേഖ നല്ല പറയും, റസി കേൾക്കും. ഞാൻ ഇവിടെ നിർത്തി ഇങ്ങോട്ടത്തെ പണി. നിങ്ങൾക്ക് വിചാരം എന്താ? ഞങ്ങളെ പോലത്തെ പെണ്ണുങ്ങള് ഇതിനിറങ്ങണത് ഇതിനാ തെറ്റിക്കണോ? എന്നാലേ ഈ പെരി തെച്ചിൽ പാത്രം മോറേണ്ട ആവശ്യമില്ല. നേരം പത്താ എനിക്ക് അറിഞ്ഞാൽ മതി. നിങ്ങളൊക്കെ കൊച്ചും കാലം പിടിച്ച് ചോദിച്ചിട്ട് ആവശ്യത്തിനില്ല കേട്ടോ. കൊണ്ടേ കാണിച്ചു കൊടുക്കട്ടെ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ഇതിന് കിട്ടിട്ട്. ഇങ്ങനത്തെ കളർ കൊണ്ടുവരുന്നില്ല. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ മാപ്പിളല്ലാതെ നിൽക്കണത്, നിങ്ങളെ പോലത്തെ ആണുങ്ങളെ കണ്ട എന്തൊരു റെഡിയാണെന്നുള്ളത്. ഇന്നാ ഞങ്ങൾക്ക് ഇതിനിറങ്ങണ്ട, ഒരു പൗഡറും കൺമിച്ചിട്ട് കണ്ട് അതിനിറങ്ങിയാൽ മതി. എന്താണ് ചുണ്ടുമ്പോ തേച്ച് കുത്തറിനോളി കേട്ടോ. സ്വന്തം മാപ്പിളുടെ ആവശ്യം എന്താന്ന് മനസ്സിലാക്കിയില്ലെങ്കിലേ മാപ്പിള വേറെ വഴിക്ക് പോകും. എന്താണത്? രാവിലെ ചുണ്ടുമ്പോൾ മാത്രം ഇട്ട് കുത്തർന്നാ മതിയല്ലോ. കൊച്ചമ്മക്ക് ഒന്നും അറിയണ്ടല്ലോ, ചുണ്ടുമ്പോ തേച്ച് ഇങ്ങനെ കുത്തറിനോളി. മാപ്പിളുടെ ആവശ്യം കൂടെ എന്താന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലേ തേച്ചവിടെ കുത്തർക്കാം. അവിടെ മാത്രം തേച്ചാ പോരാ കേട്ടോ, ബാക്കിയുള്ളതും കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്.
ആ